എല്ലാവർക്കും നമസ്കാരം. ജനഹിതത്തിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും പെട്ടെന്നൊരു അസുഖം വന്നാൽ അല്ലെങ്കിൽ ഒരു അപകടം പറ്റിയാൽ നമ്മൾ ആദ്യം ഓടുന്നത് ആശുപത്രിയിലേക്കാണ്. അന്നേരം കയ്യിൽ പണമില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും. ആശുപത്രി ബില്ലുകൾ കണ്ട് പലപ്പോഴും നമ്മൾ പകച്ചു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചിലവിൽ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴി ഇപ്പോൾ വളരെ ലാഭകരമായ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വന്നിട്ടുണ്ട്. വെറും 1399 രൂപയ്ക്ക് 2.5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കിട്ടുന്ന ഒരു പദ്ധതിയാണിത്. ഇതേപ്പറ്റി വളരെ വിശദമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നമുക്ക് സംസാരിക്കാം. നമ്മുടെ തപാൽ വകുപ്പിന്റെ കീഴിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കും റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വരുന്ന ഫെബ്രുവരി 16 മുതൽ മാർച്ച് 15 വരെ നമ്മുടെ കേരളത്തിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ഇതിനായി പ്രത്യേക ഇൻഷുറൻസ് മേളകൾ നടക്കുന്നുണ്ട് എന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ചെന്ന് തന്നെ ഈ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടാം. ഇനി ഈ പദ്ധതിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. അസുഖം വന്നോ അപകടം പറ്റിയോ ആശുപത്രി 24 മണിക്കൂറിൽ കുറയാതെ കിടത്തി ചികിത്സിക്കേണ്ടി വന്നാൽ ഇതിന്റെ ഗുണം ലഭിക്കും. ഒരു വർഷത്തേക്ക് 2.5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവുകൾ ഈ ഇൻഷുറൻസ് വഴി നമുക്ക് തിരിച്ചു കിട്ടും. പണം നേരിട്ട് അടയ്ക്കാത്ത ക്യാഷ്ലെസ് സൗകര്യവും ഇതിലുണ്ട്. അതായത് ഈ ഇൻഷുറൻസ് കമ്പനിയുമായി കരാറുള്ള ആശുപത്രികളിൽ പോയാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം നൽകേണ്ടി വരില്ല. ഇനി അഥവാ കരാറില്ലാത്ത ആശുപത്രിയാണെങ്കിൽ ചികിത്സയ്ക്ക് ശേഷം ബില്ലുകൾ ഹാജരാക്കിയാൽ പണം തിരികെ ലഭിക്കും. പ്രീമിയം തുക അഥവാ നമ്മൾ അടയ്ക്കേണ്ട പൈസ എത്രയാണെന്ന് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒരാൾക്ക് മാത്രമാണെങ്കിൽ 1399 രൂപയാണ് ഒരു വർഷം അടയ്ക്കേണ്ടത്. ഇത് ഒരു മാസത്തേക്കല്ല, ഒരു വർഷത്തേക്കാണെന്ന് പ്രത്യേകം ഓർക്കണം. ഇനി ഭർത്താവിനും ഭാര്യയ്ക്കും കൂടി എടുക്കണമെങ്കിൽ 2499 രൂപ മതി. മക്കളും കൂടി ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരും. 3 പേർക്ക്, അതായത് അച്ഛൻ, അമ്മ, ഒരു കുട്ടി എന്നിവർക്ക് 2999 രൂപയും 4 പേർക്ക്, അതായത് 2 കുട്ടികൾ ഉള്ളവർക്ക് 3499 രൂപയുമാണ് നിരക്ക്. ഇതിൽ പ്രായപരിധിയും ശ്രദ്ധിക്കണം. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള മുതിർന്നവർക്കും 91 ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾ മുതൽ 21 വയസ്സ് വരെയുള്ള മക്കൾക്കും ഈ പോളിസിയിൽ അംഗമാകാം. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് ഇൻഷുറൻസ് എടുത്താൽ നാളെ മുതൽ പൈസ കിട്ടുമോ എന്ന്. ഇതിന് ചില നിബന്ധനകളുണ്ട്. ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അപകടം മൂലമുള്ള ചികിത്സയാണെങ്കിൽ 24 മണിക്കൂറിന് ശേഷം തന്നെ പരിരക്ഷ ലഭിക്കും. എന്നാൽ സാധാരണ അസുഖങ്ങൾക്ക് പോളിസി എടുത്ത് 30 ദിവസം കഴിയണം. ചില പ്രത്യേക അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഉദാഹരണത്തിന് തൈറോയിഡ് അല്ലെങ്കിൽ ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ 2 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അസുഖം വരുന്നതിന് മുൻപേ ഇൻഷുറൻസ് എടുത്തു വെക്കുന്നതാണ് ബുദ്ധി. ആശുപത്രിയിലെ മുറിയുടെ കാര്യത്തിലും ചില പരിധികളുണ്ട്. സാധാരണ മുറിക്ക് ഒരു ദിവസം 2500 രൂപ വരെയും ICUവിന് 5000 രൂപ വരെയും ഈ ഇൻഷുറൻസ് വഴി ലഭിക്കും. കൂടാതെ ആശുപത്രിയിൽ എത്തുന്നതിനായി ആംബുലൻസ് വിളിക്കേണ്ടി വന്നാൽ അതിനായി 2000 രൂപയും കിട്ടും. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിന് മുൻപുള്ള 30 ദിവസത്തെ മരുന്ന് ചിലവുകളും ടെസ്റ്റ് ചിലവുകളും ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള 60 ദിവസത്തെ ചിലവുകളും ഇതിൽ ഉൾപ്പെടും. ഇത് വലിയൊരു ആശ്വാസമാണ്. നമ്മൾ സാധാരണക്കാർക്ക് വരാറുള്ള ചില തെറ്റുകൾ കൂടി ഇനി ഞാൻ പറയാം. പലരും വിചാരിക്കുന്നത് നിലവിൽ വലിയ അസുഖങ്ങൾ ഉള്ളവർക്ക് ഇതിൽ ചേരാമെന്നാണ്. എന്നാൽ ഹൃദ്രോഗം, ക്യാൻസർ, കിഡ്നി രോഗങ്ങൾ എന്നിവ ഉള്ളവർക്ക് റിലയൻസിന്റെ ഈ 1399 രൂപയുടെ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട. അങ്ങനെയുള്ളവർക്ക് പോസ്റ്റ് ഓഫീസ് വഴി തന്നെ നിവാബൂബ അല്ലെങ്കിൽ ബജാജ് പോലുള്ള മറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസി എടുക്കാം. അതിൽ 3 വർഷം കൃത്യമായി പ്രീമിയം അടച്ചാൽ പഴയ അസുഖങ്ങൾക്കും ചികിത്സാ സഹായം ലഭിച്ചു തുടങ്ങും. ഇനി ഇതിൽ എങ്ങനെയാണ് ചേരുക എന്ന് നോക്കാം. നിങ്ങളുടെ ആധാർ കാർഡും ഫോൺ നമ്പറും എടുത്തുകൊണ്ട് അടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ പോവുക. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുവഴി തന്നെ ഇൻഷുറൻസ് എടുക്കാം. അക്കൗണ്ട് ഇല്ലാത്തവർ ഇൻഷുറൻസ് തുകയ്ക്ക് പുറമെ ഒരു 200 രൂപ കൂടി നൽകി പുതിയ അക്കൗണ്ട് എടുക്കേണ്ടി വരും. പണം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോളിസി സർട്ടിഫിക്കറ്റ് ലഭിക്കും. നിങ്ങളുടെ നോമിനിയുടെ വിവരങ്ങൾ, അതായത് നിങ്ങൾക്ക് ശേഷം ഈ തുക ആർക്ക് ലഭിക്കണം എന്നുള്ള വിവരങ്ങൾ നൽകാൻ മറക്കരുത്. ഒരു പ്രധാന അറിയിപ്പ് കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ആരെങ്കിലും ഫോൺ വിളിക്കുകയോ OTP നമ്പറുകൾ ചോദിക്കുകയോ ചെയ്താൽ ഒരിക്കലും നൽകരുത്. പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരോട് നേരിട്ട് സംസാരിക്കുക. ഓൺലൈൻ തട്ടിപ്പുകാർ നമ്മുടെ അക്കൗണ്ടിലെ പണം തട്ടാൻ ശ്രമിച്ചേക്കാം. അതിനാൽ ജാഗ്രത പാലിക്കുക. ഇത് നമ്മൾ പറഞ്ഞ ഈ വിവരം നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുക. കാരണം സാധാരണക്കാരായ പലരും ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ വലിയ തുകയാകും എന്ന് കരുതി മാറി നിൽക്കുകയാണ് പതിവ്. അവർക്ക് ഈ 1399 രൂപയുടെ പദ്ധതി വലിയൊരു സഹായകമാകും. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റായി ചോദിക്കാം.